അപ്പൊ നമ്മള് ഇന്നത്തെ ജൂലൈ മാസത്തിലെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ജൂലൈ മാസം കർത്താവ് അസാധാരണമായ ദൈവപ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ആളുകൾ ജോയിൻ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ടാങ്ക്സ് പ്രെയർ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പേഴ്സണലായിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്താണ്. പക്ഷെ ഈ ദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായൊരു നിയോഗം ലഭിച്ചതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. വന്നവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയങ്ങളിൽ ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പലപ്പോഴും യേശുവിനെ അറിഞ്ഞിട്ടും രക്ഷയിലേക്ക് കടന്നു വന്നിട്ടും ആ ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന അവസ്ഥ നമുക്ക് അത് കാണാൻ പറ്റാറില്ല. പലരും വളരെ പ്രതീക്ഷയോടെ വന്നു, അവര് ഒരു സ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും സഭയിൽ ചേർന്നു എന്നതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ പൂർണ്ണമായിട്ട് കാണാൻ പലർക്ക് സാധിക്കാറില്ല. അപ്പൊ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല വചനങ്ങളും ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ വന്നു ചേർന്നു. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കുക, നമ്മൾ എന്തിനായിരിക്കാം നമ്മൾ രക്ഷിക്കപ്പെട്ടത്? നമ്മൾ എന്തിനായിരിക്കാം രക്ഷയിലോട്ട് വന്നത്? എന്തായിരിക്കും കർത്താവ് നിങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ സൽപ്രവർത്തികൾ ചെയ്ത് ആദ്യ ഫലമാക്കേണ്ടത്. ദൈവത്തിന്റെ സൽപ്രവർത്തികൾ ചെയ്യാൻ, നിത്യതയിലെത്താൻ, അല്ലെ? അങ്ങനെ പല പല ഉത്തരങ്ങൾ, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. എങ്കിൽ പോലും ദൈവം എന്തോ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം, അല്ലെ? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരാൻ അല്ലെങ്കിൽ യേശുവിനെ പോലെ ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെയാണോ? അങ്ങനെ ഒരു ലൈഫാണോ നിങ്ങളിപ്പോ നയിക്കുന്നത്? പൂർണ്ണമായി എത്തിയിട്ടില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയുന്നത്, വന്നതിന് ശേഷം എനിക്ക് കുറെ മാറ്റമുണ്ട് സിസ്റ്റർ, അല്ലെങ്കിൽ എനിക്ക് വചനം കേട്ടിട്ട് ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആമേൻ, സ്തോത്രം. അപ്പം നമുക്കറിയാവുന്ന പോലെ യേശുവിനെ അറിഞ്ഞ് രക്ഷയിലേക്ക് വന്ന ഒരു ദൈവ പൈതൽ നമ്മള് ദൈവത്തിന്റെ മക്കളായി തീരുവാണ്, അല്ലെ? അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ അംഗത്വത്തിലേക്ക് നമ്മൾ മാറുക, അല്ലെ? വിൽ ബിക്കം ദ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാക്കി വെച്ചിട്ടും ദൈവം സകല അധികാരങ്ങളും നമുക്ക് നൽകിയിട്ടും ഇപ്പോഴും ഒരു പൂർണ്ണമായൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിക്കുവാൻ, അതില് എന്താ പറഞ്ഞ, അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പലപ്പോഴും പലർക്കും പറ്റാറില്ല. അപ്പൊ ഞാൻ ഇതിനോട് അനുബന്ധിച്ചൊരു വചനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അജയ സിസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഒന്ന് റീഡ് ചെയ്യാവോ? ഓക്കെ. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അതിന്റെ 3-ന്റെ-17. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് മതി. അപ്പൊ ഞാൻ ഇങ്ങനെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞ എന്റെ ഹൃദയത്തിൽ ഇടപെട്ടൊരു കാര്യമുണ്ട്. ദൈവം യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല വ്യക്തികളും പല കാര്യത്തിലും ബൗണ്ടഡ് ആണ്. എന്താ പറഞ്ഞേ, അവര് കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവരല്ല. ഇപ്പൊ ലോകത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, അല്ലെ? കർത്താവ് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുക ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അല്ലെ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടിവെച്ചയക്കാനും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം പീഡനത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ ബന്ധനത്തിൽ കഴിയുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ആ ബന്ധനത്തിൽ കഴിയുന്ന യേശുവിനെ അറിയാത്ത ആ വ്യക്തികളെ പോലെ തന്നെ ജീവിക്കുന്ന വിശ്വാസികളുണ്ട്. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണേ, കുറച്ച് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, താങ്ക് യു ലോർഡ് ജീസസ്.
അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിശ്വാസ സമൂഹത്തിലോട്ട് കടന്നു വന്ന സമയത്ത് ക്രിസ്തുവിൽ പൂർണ്ണമായി ജയകരമായി ജീവിക്കാൻ പല വിശ്വാസികളും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച കാണുന്നുണ്ട് അല്ലേ? അപ്പം യേശു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കഴിയാനാണ്. സ്വാതന്ത്ര്യം എപ്പോഴാണ് നമ്മളെ എന്താ പറയുന്നത്, നമ്മൾ സ്വാതന്ത്ര്യം അല്ലാതെ ആകുന്ന സമയങ്ങൾ എപ്പോഴാണ്? ഇപ്പം ഈ വചനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്താണ് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ യേശുവിനെ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയുണ്ടായി അല്ലെ? കാര്യം പരിശുദ്ധാത്മാവില്ലാതെ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ഈ നമ്മളെ ഈ ഒരു കൂട്ടത്തിനകത്ത് ആ ഒരു സ്വാതന്ത്ര്യം എന്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത്? നമ്മൾ ഇപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതം എടുത്താൽ എല്ലാവരും സകല സ്വാതന്ത്ര്യം കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ചിലര് ഇപ്പോഴും സ്വാതന്ത്ര്യം അവരാക്കപ്പെട്ടിട്ടും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. വചനം പറയുന്നത് നിങ്ങൾ സകലത്തിന്മേൽ സ്വാതന്ത്ര്യമുള്ളവരാണ്, സകലത്തിൽ നിങ്ങളെ പുറത്തു വന്നിരിക്കുന്നു പറയിക്കുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി അവർക്ക് കാണാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ശാപത്തിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇരുട്ടിന്റെ കീഴിലാണ്, അതിന്റെ പ്രവൃത്തിയിലാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ തക്കതായ കാഴ്ചകൾ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു വാക്കുകൊണ്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഗലാത്യർ ലേഖനത്തിലേക്ക് പോകാം. അതിന്റെ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം കൂടി ഒന്ന് വായിക്കണമേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആമേൻ. വളരെ ശക്തമായൊരു വചനമാണ് അല്ലെ? വചനം വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ്, കർത്താവിനെ രക്ഷകർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പലതരത്തിലുള്ള അടിമത്തത്തിൽ പെട്ടവരുണ്ടായിരിക്കാം അല്ലെ? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ അടിമത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷൻസ്, ഇപ്പം മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ ഏതെങ്കിലും ലോകപരമായ ഏതെങ്കിലും കാര്യത്തിലുള്ള അഡിക്ഷൻസിനകത്ത് പെട്ടുപോയവരായിരിക്കാം. രോഗമായിക്കോട്ടെ, ചിലർക്ക് ഭയമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, നിങ്ങൾ പണ്ട് അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ അതിനകത്ത് ബൗണ്ടഡ് ആയിരുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്നിരുന്ന് പറയാമോ? നിങ്ങൾ ഇന്ന സാഹചര്യത്തിലായിരുന്നു സിസ്റ്ററെ, ഞാൻ പക്ഷെ കർത്താവിന്റെ കൃപയിൽ എനിക്കിപ്പോ അതില്ല, ഞാൻ പൂർണ്ണമായിട്ടും പുറത്തു വന്നു എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും നിങ്ങൾ പറയാൻ പറ്റുമോ? 1-2 കാര്യങ്ങൾ പറഞ്ഞേ. ഇപ്പൊ ഒരു രോഗത്തിൽ നിന്ന് പുറത്തു വന്നവരാ. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഭയമുള്ള ഒരാളായിരുന്നു. ഞാൻ ആ ഭയത്തിൽ നിന്ന്, ആ ഭയം എന്നുള്ള ഒരു എന്താ പറയുന്ന ആ ഒരു ബന്ധത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ എന്നെ ദൈവം വിടുവിച്ചെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? സ്വാതന്ത്ര്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്റർ, ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. യേശുപ്പൻ തന്നെ നല്ലൊരു വൈദ്യൻ. രോഗത്തിൽ നിന്നുള്ള ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നല്ലേ? പക്ഷേ ആരാധിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ. പൂർണ്ണ സ്വാതന്ത്ര്യം. ആരാധനാ സ്വാതന്ത്ര്യം വേറെയാണേ. ഞാൻ പറഞ്ഞു വന്ന ആരാധനാ സ്വാതന്ത്ര്യം വേറെയാണ്. ശ്രദ്ധിക്കണമേ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പൊ ഒരു രോഗിയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരുന്നത് അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവത്തില്ല അല്ലേ? അപ്പൊ സമാധാനമില്ലാത്തൊരവസ്ഥ, അതും ഒരു സ്വാതന്ത്ര്യക്കേടാണ്. അപ്പൊ യേശു കർത്താവ് വചനം ഇപ്രകാരം പറയുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വിഷയമായിക്കോട്ടെ, സാമ്പത്തികമായ ഒരു വിഷയമായിക്കോട്ടെ, സാമ്പത്തികമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിനകത്തും കർത്താവ് അതിനകത്ത് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്ന നമുക്കറിയാം അല്ലേ? ക്രിസ്തുവേശു നമുക്ക് സമ്പന്നനായിട്ട് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന് നമ്മൾ സമ്പന്നനാകാനാണ് കർത്താവിന്റെ വചനം പറയുന്നത് അല്ലേ? അപ്പം ദൈവത്തിന്റെ വചനം ശക്തമായ ഒരു സ്ഥലത്ത് നമ്മളെ വിടുവിക്കുമ്പോഴും എല്ലാവരും കാര്യമല്ല, ചിലർ ഇപ്പോഴും അല്ലെങ്കിൽ പണ്ട് ഞാൻ അതിനകത്ത് പുറത്ത് വന്നിരുന്നു, ഞാൻ ആ രോഗത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ ആ വേദനയിൽ നിന്ന് പുറത്തു വന്നു, അസമാധാനത്തേക്ക് എടുത്ത് പുറത്തു വന്നു, പക്ഷെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല സിസ്റ്ററെ. അങ്ങനെ സംസാരിച്ച ചില സംസാരങ്ങളൊക്കെ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസുകൾ പറയാറുണ്ട്.
അപ്പൊ നമ്മൾ വീണ്ടും ഈ വചനത്തിലോട്ട് വരുവാണെങ്കിൽ സ്വാതന്ത്ര്യനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു രോഗത്തിൽ നിന്ന് പുറത്തു വന്നു, ഒരു വേദനയിൽ നിന്ന് പുറത്തു വന്നു, പേടിയിൽ നിന്ന് പുറത്തു വന്നു, അല്ലെങ്കിൽ വേറെ ഏതൊരു വിഷയമായിക്കോട്ടെ, നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു അതിനകത്തുനിന്ന് പുറത്തു വന്നു, എന്നിട്ടും വീണ്ടും അതിലോട്ട് മടങ്ങിപ്പോയൊരവസ്ഥ. രോഗത്തിൽ നിന്ന് ഞാൻ സൗഖ്യമായി, ഞാൻ വീണ്ടും ആ രോഗത്തിലോട്ട് പോയി. അല്ലെങ്കിൽ ആ ഒരു പേടി എനിക്ക് പണ്ട് എല്ലാം പോയതാ സിസ്റ്ററെ. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഞാൻ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊളീഗിനോട് സംസാരിക്കേണ്ട വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദർ മദ്യപാനിയായിരുന്നു. അങ്ങനെ മദ്യപാനം മാറി യേശുവിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ വീണ്ടും അദ്ദേഹം മദ്യപാനത്തിലേക്ക് കടന്നുപോയി. അപ്പൊ യേശു അവിടെ സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് നിലനിൽക്കാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ യേശു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം നമുക്ക് അതിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്നാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? നല്ല സാക്ഷ്യമായിട്ട് കടന്നു വന്നവരാണ്, പക്ഷെ ഇപ്പൊ ആ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങക്ക് മറുപടി പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. അവര് വിശ്വാസത്തിൽ ബലപ്പെട്ടിട്ടില്ല. ജഡത്തിന്റെ പ്രവൃത്തികളാണ് അവരെ നയിക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിൽ ഉറച്ചില്ല. പിന്നെ അതാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം, എങ്ങനെയായിരിക്കാം, ആരായിരിക്കാം ആ സ്വാതന്ത്ര്യത്തെ തടയുന്നത്? പിശാച് തടഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് യേശു ഒരു സൗഖ്യം തന്നു, എനിക്ക് കർത്താവ് തന്ന സൗഖ്യത്തെ പിശാച് എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. പിശാചിന് അതിന്മേൽ അവന് അധികാരം ഉണ്ടോ? രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ക്രിസ്തുവേശു ഉള്ളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സകല അധികാരവും നൽകപ്പെട്ട ഒരു വിശ്വാസിയുടെ പക്കൽ നിന്ന് ദൈവം നമ്മൾക്ക് അനുവദിച്ച് നൽകിയ സ്വാതന്ത്ര്യത്തെ എടുക്കാൻ അവന് അധികാരമുണ്ടോ? അവന് പറ്റുമോ? ഇല്ല. നമ്മൾ വചനം പറഞ്ഞ് വചനത്തിൽ നമ്മൾ ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം ചോർന്നത്. വചനത്തിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. വചനത്തിൽ ഉറയ്ക്കാത്തത് കൊണ്ട് നമ്മൾ ചോർന്നു വന്നു. പക്ഷെ എങ്ങനെയാണ് ദൈവം തന്ന ആ ഒരു സൗഖ്യം വീണ്ടും ഞാൻ അതേ വിഷയത്തിൽ രോഗിയായി തീർന്നത്? എനിക്കറിയാവുന്ന ഒരു അമ്മമ്മ കോട്ടയത്തുള്ള ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആണോ വേറെ ഏത് രോഗമായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സൗഖ്യമായി സാക്ഷിയൊക്കെ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ആ ഒരു രോഗത്തിലേക്ക് മടങ്ങിപ്പോയി. അതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ മദ്യപാനിയായിരുന്നു എൻ്റെ കൊളീഗിന്റെ അച്ഛൻ. മദ്യപാനിയായിരുന്നു, സാക്ഷ്യം വന്ന് വീണ്ടും മദ്യപാനത്തിലോട്ട് കടന്നു. ആ ഒരു മനുഷ്യന്റെ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സാക്ഷ്യം മൂലം 20ഓളം പേര് ഒരു മാസത്തിൽ തന്നെ ആ നമ്മുടെ വിശ്വാസത്തിലോട്ട് കടന്നു വന്നു. പക്ഷെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹം വീണ്ടും മദ്യപാനിയായി. അപ്പൊ ഞാൻ ചോദിക്കുന്നേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എങ്ങനെയായിരിക്കാം പിശാച്, ഇപ്പൊ പറഞ്ഞല്ലോ വചനത്തിൽ ഉറയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ചോർന്നു പോയി. എങ്ങനെയായിരിക്കും പിശാച് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവം നമുക്ക് നൽകിയ ആ ഒരു നന്മേനെ, ദൈവം നൽകിയ നമ്മുടെ അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ നമ്മൾ വീണ്ടും അതിലോട്ട് പോകാൻ കാരണമാകുന്നത്? വചനത്തിന്റെ അറിവില്ലായ്മ പറഞ്ഞു, വേറെ ഏതെങ്കിലും കാരണങ്ങളുണ്ടോ? കൊടുക്കുന്നത് കൊണ്ട്, ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അതാരാ പറഞ്ഞേ? ഓക്കെ, വാതിൽ തുറന്നു കൊടുത്തെന്ന് പറഞ്ഞ ആരാ? ഒന്ന് ശ്രദ്ധിച്ചേ. റേച്ചൽ പൗലോസ്. സിസ്റ്റർ പ്രൈസ് ലോർഡ്. വാതിൽ എങ്ങനെ തുറന്നു കൊടുക്കുന്നേ? നമ്മള് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൽ നിന്നും വിശ്വാസം കുറഞ്ഞു പോകുമ്പം, പിന്നെ വചനം കുറഞ്ഞു പോകുമ്പം, നിങ്ങളെല്ലാം കർത്താവിന്റെ കൃപയാൽ നിങ്ങൾക്ക് പറയുന്ന വാക്കുകള്. ആമേൻ ആമേൻ ആമേൻ. അപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, കർത്താവ് ഇത്രത്തോളം നല്ല സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് പലപ്പോഴും ആ സാക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന പലർക്കും ആ ഒരു എന്താ പറയുന്നത്, ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടക്കുന്ന വചനം പറയുന്നിടത്തോളം ആ ഒരു ജയോത്സവമായി നടക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും അല്ലെങ്കിൽ അവര് പുറകോട്ട് പോകാൻ കാരണമാകുന്നത്? പല പല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് വചനം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്?
ഉണ്ട് അല്ലേ? കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എന്റെ മനസ്സ് ഒരുപാട് വേദനിക്കും. വചനം അറിയാവുന്നവര് പിന്മാറിപ്പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായ ആളുകൾ കണ്ടിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്റെ മക്കൾ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വില കൊടുത്ത് നമുക്ക് നേടിത്തന്ന രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ദൈവം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തെ നേടിത്തന്നു അല്ലെ? ക്രൂശിലൂടെയാണ് നമുക്കത് നേടിത്തന്നത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൂടെയാണ് നേടിത്തന്നത്. ഈ സത്യം നമുക്കറിയാം. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടും പലപ്പോഴും നമ്മൾ വീണ്ടും അതിലോട്ട് മാറിപ്പോകുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം, പേരൊന്നും പറയുന്നില്ല. ഒരാളല്ല, 1-2 പേരോട് ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇട വന്നു. ഇതുപോലെ അവർക്ക് സൗഖ്യമുണ്ടായി, പക്ഷെ അവരുടെ ജീവിതത്തിൽ വീണ്ടും ആ രോഗം കയറി വന്നു. അപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ പേരും പറയുന്നില്ല, കാര്യം നമ്മൾ ഒരുപാട് പേര് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, എനിക്ക് ആ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം നിങ്ങളിൽ പലരും ഒരുപക്ഷെ അതിൽ ആ ഒരു മേഖലയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സെയിം തന്ത്രം സാത്താൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരിക്കലും രക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട എന്താ പറയുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ കർത്താവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിനെ, ഒരു ദൈവ പൈതലിനെ പിശാചിന് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം വചനം പറയുന്നു, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധം വെപ്പിച്ച് ക്രൂശിൽ അല്ലെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പം ഡിസാംഡ് എന്നാ പറഞ്ഞേക്കുന്നത്, അവൻ ആയുധമില്ല. അപ്പൊ അവൻ ആയുധമില്ലാത്തത് കൊണ്ടാണ് അവൻ തന്ത്രങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ സംസാരിച്ച സമയത്ത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. പ്രാർത്ഥിച്ച സമയത്ത് എന്റെ ഹൃദയത്തിലായിട്ട് ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുക പ്രാർത്ഥിച്ച സമയത്ത്. അതായത് നല്ലൊരു ഭയങ്കരമായ ഒരു രോഗത്തിൽ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി. പക്ഷെ ഈ ദിവസങ്ങളിൽ വീണ്ടും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് വീണ്ടും ആ ഒരു സിംറ്റംസ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ആ ഒരു വ്യക്തി പറഞ്ഞ വാക്ക് തന്നെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരിക, ഞാൻ തീർന്നു പോവുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ കേൾക്കുവാണ്, എന്താ സംഭവിക്കുന്നത്, അങ്ങനെയല്ലേയും പറഞ്ഞോ. അപ്പൊ ആ വ്യക്തി പറഞ്ഞ ഇങ്ങനെ കാര്യമാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതായത് ഭാരമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രഷറിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞായിരുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ, മ്യൂട്ടാണോ? അതായത് ആ വ്യക്തിക്ക് അസാധാരണമായ ഒരു സൗഖ്യം ദൈവം നൽകി. ആ ഒരു രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ദൈവം നൽകി. പക്ഷേ വളരെ വിഷമകരമായ അവസ്ഥയെ കൂടെ കടന്നു പോയപ്പോഴോ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ആ ഒരു ഞെരുക്കത്തിൽ കൂടെ കടന്നു പോയപ്പോഴോ ആ ഒരു സമയത്ത് ഇങ്ങനെ പറയുണ്ടായി, ഞാൻ തീർന്നോട്ടെ. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ദൈവം തന്ന ഒരു സ്വാതന്ത്ര്യത്തെ അതിനെ തടയിടുവാൻ പിശാചിന് പറ്റത്തില്ല, പക്ഷെ നമുക്ക് പറ്റും. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകിയൊരു സ്വാതന്ത്ര്യത്തെ പിശാചിന് തടയാൻ പറ്റത്തില്ല, പക്ഷെ പിശാച് നമ്മളെ തന്നെ ഉപയോഗിച്ച് ആ ഒരു നന്മേനെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ, അനുഗ്രഹത്തെ തടയാൻ ശ്രമിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ പിശാചിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നമ്മൾ എവിടുന്ന് വന്നോ ആ ഒരു മേഖലയിലേക്ക് മടങ്ങി പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നേ. ഒരിക്കലും അവന് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം റേച്ചൽ സിസ്റ്റർ അല്ല പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ അറുത്ത് മുടിച്ചിട്ടാ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും പല വചനങ്ങളാൽ ഇത് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ജീവനും മരണവും ഒക്കെ നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ആ വചനം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മളത് എന്താ പറയുന്നേ, നമ്മളെ തന്നെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സെയിം കാര്യങ്ങൾ തലമുറകളുടെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തലമുറകൾക്ക് വേണ്ടി എന്താ പറയുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അവർക്ക് വചനം അറിയാം,
അവർ അന്യഭാഷ പറയുന്നവരാണ്. ശ്രദ്ധിക്കണമേ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു മെസ്സേജ് കേൾക്കാൻ പോയി, ഒരു സുവിശേഷകനിലൂടെ അഭിഷിക്തനോടെ ദൈവം വചനം പറഞ്ഞു, രാമയം പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ്, അന്യഭാഷ പറഞ്ഞ് സന്തോഷം തിരിച്ചു വന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിപ്രഷനിലും സങ്കടത്തിലും ഭാരത്തിലും കഴിയാനുള്ളവരല്ല നിങ്ങൾ എങ്ങനെയാണോ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ആ സന്തോഷത്തിലും സമാധാനത്തിലും നീതിയിലും എപ്പോഴും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ തടയിടുന്ന രീതിയിലുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ തന്ത്രങ്ങളെ എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പരിജ്ഞാനമുള്ളവരായി തീരുകയും നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സഹോദരി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി, അപ്പൊ അവരുടെ ജീവിതത്തിൽ ആ രോഗം വീണ്ടും വന്നു. കാരണം മരിക്കേണ്ട പോലും അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നു. എന്തുകൊണ്ടാ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട് സിസ്റ്ററെ. വചനം പറയുന്നുണ്ടോ? ഉണ്ട് സിസ്റ്ററെ. താങ്ക്സ് പറയുന്നുണ്ടോ? താങ്ക്സിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിടുന്ന ഒരു വാക്ക് മരണമാണെങ്കിൽ മരണത്തെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. ഞാൻ വീണ്ടും ആ ഒരു വാക്ക് ചേർത്ത് പറയുകയാണ്. ഗലാത്യൻസ് 5:1 അല്ലെ, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ അങ്ങനെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വായിക്കുമ്പോൾ എങ്ങനെയാണ്? സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the by which the Christ has made us free, and not be entangled again with the yoke of bondage. നമ്മൾ ആ ഒരു ബോണ്ടേജിൽ വീണ്ടും entangled ആകരുത്. അപ്പോൾ ആ ഒരു അടിമത്തത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ കാരണം ആകുന്നത്, അല്ലെങ്കിൽ പിശാച് യൂസ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രശസ്ത. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു, അതായത് എന്താ പറയുക, വിശ്വാസത്തിൽ ചോർന്നു പേർക്ക് വചനമില്ലാത്തതുകൊണ്ട് ചോർന്നു പോയി അല്ലേ. അത് വളരെ ഭയങ്കര പോയിന്റാണ്. നമ്മൾ അതിലോട്ട് കടന്നു വരാം. അപ്പം അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മദ്യപാനത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന ആൾക്കാര് എന്താ പറയുക, മദ്യപാനത്തിലൊക്കെ വീണ്ടും പോയവരെ എനിക്കറിയാം. ഞാനിപ്പോ പറഞ്ഞു വന്നത് തലമുറകളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫാമിലി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പൊ ഒരു മകളാണോ ഉള്ളൂ, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഞാൻ ആ വീട്ടിൽ ചെന്ന്, അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ട് എൻഗേജ്ഡ് ആയ സമയത്ത് എന്റെ മുൻപിൽ വെച്ച് തന്നെ ആ മകളെ പറ്റി പറയാണ്, ഓ ഇവൾക്ക് ഇത് പറ്റത്തില്ല, ഇവൾക്കത് കുറവില്ല, ഇന്ന കുറവുണ്ട്, ഇത് ശരിയാവത്തില്ല. ഇങ്ങനെ എന്താ പറയുന്ന ആ കുഞ്ഞിന്റെ നേരെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര 1 മണിക്കൂർ നീണ്ട ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും. അന്യഭാഷ എല്ലാം പറഞ്ഞ് കൊച്ചിന്റെ തലയിലൊക്കെ പിടിച്ച് 2 കറക്കൊക്കെ കറക്കി ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞിരുന്ന് നോർമൽ കോൺവെർസേഷനിലോട്ട് വരുമ്പോഴത്തേന് ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇവനെന്ന് അല്ലെങ്കിൽ ഇവളെന്ന് നന്നാവും, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പറ, അത് ആ പ്രാർത്ഥന ഫലിക്കോ ഇല്ലയോ? പറ. കേൾക്കാൻ പറ്റുന്നില്ലേ? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരിക്കും ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ പറ, നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ആ കൊച്ചിന്റെ തലയിൽ പോയി കറക്കി നിലത്ത് ഉരുട്ട് പേടിച്ചിട്ട് ആ കൊച്ചിനെയുടെ ശാപവാക്കുകളും ആ കൊച്ചിന്റെ കുറവുകളും തന്നെ പറയുവാണെങ്കിൽ ആ മകന് അല്ലെങ്കിൽ ആ ഒരു മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. കാര്യം പിശാച് തന്നെ ആ കുഞ്ഞിനെതിരായിട്ട് അവരുടെ മാതാപിതാക്കളുടെ നാവിനെ അങ്ങ് എടുത്ത് ഉപയോഗിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളല്ല, എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ട്, എന്താ പറയുന്നത്, കല്യാണം കഴിക്കാത്തവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഞായറാഴ്ച നമ്മൾ അന്യഭാഷ പറഞ്ഞു, അല്ലെങ്കിൽ തിങ്കളും ചൊവ്വ 1 മണിക്കൂർ അന്യഭാഷ പുറത്തിറങ്ങി ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇത് വൺ ഓഫ് ദ ഡിസീവിങ് മെത്തേഡാണ് പിശാചിന്റെ. നമ്മളെ തന്നെ ഉപയോഗിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പിശാചിന്റെ കയ്യിലെ ഉപകരണങ്ങളാകരുത്. രാമൻ പറഞ്ഞാട്ടെ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലെ ആയുധങ്ങളായി മാറണം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലെ ആയുധങ്ങളാക്കി മാറ്റുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ ശപിക്കുന്നതിന് പകരം, താത്തിക്കിട്ടുന്നതിന് പകരം, നമ്മൾ പോലും അറിയാതെ, ഒരുപക്ഷെ നമ്മൾ ആ ഭാരത്തിൽ നിന്നായിരിക്കാം പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സിസ്റ്ററെ, ഞാൻ അറിയാതെ എന്റെ വായിൽ നിന്ന് പറഞ്ഞു പോകാൻ, ഓക്കെ, നമ്മൾ അറിയാതെ പറഞ്ഞു പോയെങ്കിൽ ഏറ്റു പറയുക. പക്ഷെ അതിന്റെ പിന്നിൽ വേറൊരു മർമ്മമുണ്ട്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കത്തുള്ളൂ.
അതിനർത്ഥം ആ ഹൃദയത്തിനകത്ത് ഒരു പ്രാവശ്യം ഇപ്പൊ ഒരു കുടത്തിൽ വെള്ളം, ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ നിറഞ്ഞു വരുവോ? ഇല്ല. നിറഞ്ഞു വരത്തില്ല അല്ലേ? അത് പലതവണയായിട്ട് ഒഴിച്ചാണ് അത് പിന്നെ നിറകുടമായിട്ട് മാറുന്നത്, പിന്നെയാണ് പുറത്തോട്ട് ഒഴുകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ സ്വന്തം ഫാമിലിയെ പോലെയാണ് നിങ്ങൾ ഒരാൾ പോലും അങ്ങനെ ഒരു സാത്താന്റെ തന്നത്തിൽ കുടുങ്ങി പോകരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ കർത്താവ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? ഒരാമേൻ പറഞ്ഞേ. അപ്പൊ ഇന്ന് ദൈവാത്മാവ് ഈ ഒരു വിഷയം ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പുവെച്ച് പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളെ ഏതൊക്കെയോ മേഖലയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും വെളിപ്പെടുന്നില്ല. ആ ഒരു മേഖല ഇന്ന് കർത്താവ് ബ്രേക്ക് ചെയ്ത്, ഏതു മേഖലയാണോ എനിക്കതിന് പുറത്തു വരാൻ പറ്റുന്നില്ല, ഞാൻ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുവാന്ന് തോന്നി, ഏത് മേഖല ആയിക്കോട്ടെ, അത് തലമുറ വിഷയമായിക്കോട്ടെ, വ്യക്തിപരമായ വിഷയമായിക്കോട്ടെ, അഡിക്ഷൻസ് ആയിക്കോട്ടെ, പുറത്തു പറയാൻ പറ്റാത്ത ഏത് വിഷയമായിക്കോട്ടെ, ഇന്ന് കർത്താവ് ആ വിഷയത്തെ ബ്രേക്ക് ചെയ്യാൻ പോകും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ടാ കർത്താവ് എന്നെ സ്വാതന്ത്ര്യമാക്കി എന്ന് പറഞ്ഞേ. കർത്താവ് എന്നെ സ്വാതന്ത്ര്യമാക്കി എന്ന് പറഞ്ഞാട്ടെ. ആമേൻ എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു രോഗവും എന്റെ മേൽ വാഴത്തില്ല പറഞ്ഞു. ഒരു രോഗവും എന്റെ മേൽ വാഴത്തില്ല പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ ഒരു രോഗവും എന്റെ മേൽ വാഴത്തില്ല, ഒരു ശാപവും എന്നെ തൊടുകയില്ല പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ ഒരു ശാപവും എന്നെ തൊടുകയില്ല. എന്റെ തലമുറകൾ നശിച്ചു പോകത്തില്ല, അവർ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞേ. ആമേൻ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആ ഒരു കുഞ്ഞിനെ നോക്കി ഞങ്ങള് നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പറ്റി പറയുന്നേ, അവനെ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ പറ്റി ആ കുട്ടിയുടെ മറ്റുള്ളവരെ പഠിത്തത്തുമായിട്ട് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുക, അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, ഇതൊക്കെ ഭയങ്കരമായ ട്രോമ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അത് അവർ പറയുന്നില്ല, അപ്പനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നില്ല, പക്ഷെ അവർ ഹൃദയത്തിൽ ഭയങ്കരമായ ട്രോമകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ യഥാർത്ഥമായിട്ട് പിശാച് ആ പാരന്റ്സിനെയാണ് ഉപയോഗിച്ചത്, പക്ഷെ അവരത് റിയലൈസ് പോലും ചെയ്യുന്നില്ല. അവര് നോക്കുമ്പോ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നു, വചനം പറയുന്നു. പക്ഷേ നമ്മൾ ആ വചനം പറഞ്ഞ് അന്യഭാഷ കഴിഞ്ഞ് നമ്മൾ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രഷർ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത്, അപ്പൊ അറിയാം നമ്മൾ യഥാർത്ഥമായ വചനത്തിൽ ഉറച്ച ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു തടങ്കൽ പാറയാകരുത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. പിശാച് ഒരിക്കലും നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ ഹി ക്യാൻ യൂസ് യുവർ ടങ്സ്, ഹി ക്യാൻ യൂസ് യുവർ ഇമാജിനേഷൻ, ഹി ക്യാൻ യൂസ് യുവർ മൈൻഡ്. അവിടെയാണ് യഥാർത്ഥമായ വാർഫെയർ നടക്കുന്നത്. ആമേൻ. ഇപ്പൊ വചനം പറയുന്നു, അടിമ നോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ കുടുങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യം അല്ലെ, കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു വചനം കൂടെ എടുക്കാവേ. എല്ലാരും പെട്ടെന്ന് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 32-ാം വാക്യം എന്ന് പറഞ്ഞാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ നമ്മൾ എന്താണ് സ്വാതന്ത്ര്യമാക്കുന്നത്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യം എന്താന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവിന്റെ വചനം അല്ലേ? കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ് അല്ലേ? ആ ഒരു സത്യത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും അതേ ഹൃദയത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ആ സത്യം നിങ്ങളിൽ മാനിഫെസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ആ വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ആയി നിങ്ങൾ അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. നിങ്ങളെ അടിമത്തിലാക്കിയിരിക്കുന്ന രോഗത്തിൽ നിന്ന് ഈ ഒരു വചനം, അല്ലെങ്കിൽ ഏതൊരു വചനം ആയിക്കോട്ടെ, ആ വചനം ശക്തിയോടെ അവിടെ പ്രവർത്തിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാം അല്ലെ? അപ്പം യേശു, വചനമാകുന്ന യേശു അല്ലെങ്കിൽ വചനം തന്നെ എന്ന സത്യം അറിയുമ്പോൾ
ആ സത്യം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പൊ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ അടിമയാക്കുന്നത്? സത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? അസത്യം. നുണകൾ പറഞ്ഞേ, നുണകള്. ഭോഷ്ക, കുറച്ചുകൂടെ നല്ല വാക്ക് ഭോഷ്ക അല്ലേ? ഭോഷ്ക ആരാണ് പറയുന്നത്? ഭോഷ്ക അല്ലേ? അവൻ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നിന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കും അല്ലെ? നമ്മൾ 2 മണി കഴിഞ്ഞപ്പോ തുടങ്ങി, ഇപ്പൊ 2:30 നമ്മൾ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കും അല്ലെ? ഈ 2 തൊട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 3:30 വരെ നമ്മൾ ഇവിടുത്തെ ടൈം ആട്ടോ ഞാൻ പറഞ്ഞേ, അവിടെ 6, 6:30, 7:30 കൂട്ടിക്കോ. ആ ഒരു സമയത്ത് നിങ്ങൾ വചനം കേട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ആ നിമിഷം മുതല് പിശാച് നിങ്ങളുടെ ചെവിയിൽ വന്ന നുണകളെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താണെന്നറിയാവോ? അവൻ ഓരോ കാര്യങ്ങൾ വചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും ഉദാഹരണം പറഞ്ഞു വരാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാള് കർത്താവിന്റെ വചനം പറയുന്നു അല്ലേ? കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് അല്ലേ? അവൻ നമ്മൾക്ക് വേണ്ടി ദാരിദ്ര്യനായി തീർന്നു അല്ലെ? 2 കൊരിന്ത്യരിലുണ്ട്. അപ്പൊ അതാണ് സത്യം. പക്ഷെ നമ്മൾ ആ വചനം കേട്ട് പുറത്തോട്ട് ഇറങ്ങി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ കട്ടിലേക്ക് കിടക്കുമെന്ന് വെച്ചാൽ നാളെ നമുക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട്. ഇതൊക്കെ നടക്കത്തില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ വരുവാ, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. എങ്ങനെ പൈസ തരാനാ? ആര് പൈസ തരാനാണ്? എങ്ങനെ നടക്കാനാണ്? ബാങ്ക് ലോൺ അടയ്ക്കണ്ടേ? കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ടേ? ഗോൾഡ് പണയത്തിലല്ലേ? ഒരു വഴികളില്ലല്ലോ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ പിശാച് നിങ്ങളുടെ ചെവി വന്ന ഈ നുണകളെല്ലാം പറഞ്ഞ് നിങ്ങളെ വെറും ഒരു മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കും. നിങ്ങളെ ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിപ്പിക്കും. ഒരമ്മ പറഞ്ഞാട്ടെ, ഒരു വിശ്വാസി ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ തന്നെ വിളിക്കുന്നത് എന്താ അല്ലെ? വിശ്വാസികൾ എന്നാ അല്ലേ? നമ്മളെ തന്നെ വിളിക്കുന്നത് നമ്മൾ വിശ്വാസികൾ എന്നാ. അവിടെയാണ് നമ്മൾ വിശ്വാസത്തെ ഉപയോഗിക്കേണ്ടത് അല്ലെ? വിശ്വാസം എന്ന് പറഞ്ഞ എന്താ? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അല്ലെ? നിശ്ചയം. ആ നിശ്ചയത്തെ പിശാച് എടുത്തു കളയുന്നേ. ഫെബ്രുവരി ലേഖനം 11 അല്ലേ? വിശ്വാസം എന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അപ്പൊ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്ത കൊണ്ടുവരും, നാളെ കുഞ്ഞിന്റെ ഫീസ്, അല്ലെങ്കിൽ ഇന്നയാളുടെ ആ ഒരു അടവുണ്ട്, ഈ അടവുണ്ട്, വീട്ടിൽ സാധനം മേടിക്കാനുണ്ട്. നിനക്ക് ഇത്ര വരുമാനമല്ലേ ഉള്ളൂ. നീ ഒരു കൂലിപ്പുരക്കാരനെ സംബന്ധിച്ച് ഒരു 1000 രൂപ 2000 രൂപ കിട്ടി. ആ 2000 രൂപയ്ക്ക് എങ്ങനെ നിനക്കൊരു വീടുണ്ടാവാനാ? അങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള പല ചിന്തകള് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടിടും. ആ ചിന്തകളെ നമ്മള് മൈൻഡ് ചെയ്യാതെ പോകുവാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം കുഴപ്പം കാണത്തില്ല. 2ാമത്തെ പ്രാവശ്യം മനസ്സിൽ വന്നിങ്ങനെ പറയും, ഇങ്ങനെ കണ്ടില്ലേ, ഇതെങ്ങനെ നടക്കാൻ, ഇത് നടക്കാൻ പോകുന്നില്ല. അവിടുത്തെ പൈസ കിട്ടിയാൽ ചിലപ്പോൾ ഈ പൈസ റെഡിയായി അവിടെ അടയ്ക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ 10,000 കാൽക്കുലേഷൻ നടക്കുക. ഈ ഒരു ചിന്ത വന്നു, 2 ചിന്ത വന്നു, 3 ചിന്ത, നമ്മളിതിനെ മൈൻഡ് ചെയ്യുന്നില്ല. 4ാമത്തെ പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അങ്ങ് ആദി കയറാൻ തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങ് ആദി കയറാൻ തുടങ്ങും. ആദി കയറാൻ തുടങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പിശാചങ്ങ് പറയും, അല്ലേലും ഞാനൊന്നും ശരിയാകാൻ പോകുന്നു, അല്ലേലും ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല, അല്ലേലും ഇതൊക്കെ എങ്ങനെ നടക്കാനാ, ഒരു വീട് എങ്ങനെ ഉണ്ടാവാനാ? മനസ്സിലായോ? അപ്പൊ അവിടെ പിശാച് ഇങ്ങനെ ഓരോ തീയമ്പുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അയക്കുകയാണ്, നമ്മുടെ ചിന്തകളിലേക്ക് അയക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ചിന്തകളിൽ വരുന്ന പല ചിന്തകളും പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങളുടെ ചിന്തകളല്ല. അത് പിശാചിൽ നിന്ന് അവൻ കൊണ്ടിരുന്ന നുണകളാണ്. കാര്യം അവന് നന്നായി അറിയാം, നിങ്ങൾ ഈ സത്യം വിശ്വസിച്ചാൽ നിങ്ങൾ സ്വതന്ത്രമാകും. മറിച്ച് അസത്യത്തെ, ഭോഷ്കിനെ, നുണകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടിമത്തിൽ നിന്ന് അടിമത്തിലേക്ക് ഒരു സാധാരണക്കാരെ പോലെ ജീവിച്ച് തീരും.
അതാ പിശാചിന് ഇഷ്ടം. അങ്ങനെയുള്ളപ്പം ഇനി ശ്രദ്ധിക്കണമേ, ഞാൻ എന്റെ ചിന്ത എന്താണ് കൊണ്ടുവരുന്നത്, എന്നിലേക്ക് എന്ത് ചിന്തയാണ് പിശാച് കൊണ്ടിടുന്നത്? അത് ദൈവത്തിന്റെ സത്യത്തിന് വിരുദ്ധമായിട്ടാണോ, കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ടാണോ? എന്നിട്ട് പറയണം, യേശുവിന്റെ നാമത്തില് സ്വർഗത്തിലെ ഇരിക്കുന്ന സർവസ്വനായ ദൈവത്തിന്റെ അപ്പന്റെ മകളാ ഞാൻ. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയില്ല, ആർക്കു വേണ്ടി കരുതും? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ദൈവം ആരെ സൗഖ്യമാക്കും? ആ ദേശത്തിൽ കുടുംബത്തിലേക്ക് അറിയാം, കുടുംബത്തിനകത്ത് പല പഴിയും കേട്ട് എന്താ പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടി പലതും ത്യജിച്ചിറങ്ങിയവർ എന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിച്ചില്ല, പിന്നെ ആരെ മാനിക്കും? പ്രിയപ്പെട്ടവരെ, ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ മാനിക്കപ്പെടും, നിങ്ങൾ ഉയർത്തപ്പെടും. ഇന്ന് എല്ലാ പിശാചിന്റെ നുണകൾ ഇവിടെ തകരുക. ഇന്ന് ഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഇന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ഭാരം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് വന്നതല്ല, അത് ഒറ്റയടിക്ക് വന്ന ഭാരമല്ല. ഇങ്ങനെ ചിന്തകൾ കൊണ്ടിട്ട് അവിടെ സംഭവിച്ചു വന്ന ആ ചിന്തകൾ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. അത് മൈൻഡ് ചെയ്യാതെ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് മാറി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാതെ വണ്ണം ഒരു ഭയത്തിലേക്ക്, ഒരു ആദിയിലേക്ക് നിങ്ങളെ കൊണ്ടിട്ടു. എന്നിട്ട് നിങ്ങളുടെ നാവിനെ തന്നെ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ചിലപ്പോ റിയലൈസ് ചെയ്തിട്ടില്ലായിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥ, അയ്യോ ശരിയാണല്ലോ സിസ്റ്ററെ, അങ്ങനെ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ജെന്യുനായിട്ട് പറ, അങ്ങനെ ആർക്കും എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, വന്നിട്ടുണ്ടോ? ആമേൻ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം അല്ലെങ്കിൽ ഇന്ന് ഈ വചനം ഞാനിവിടെ എടുക്കത്തില്ലല്ലോ. കാര്യം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ അറിയാം. അപ്പൊ ദൈവം നമുക്ക് അധികാരത്തെ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് വചനത്തെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇരിക്കുന്നത് കൂടി നമ്മുടെ ഹൃദയത്തിനകത്ത് വചനത്തെക്കാൾ ഉപരിയായിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന പിശാചിന്റെ നുണകളാണെങ്കിൽ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ എപ്പോഴൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ഭാരമായി, വേദനയായി, വിഷമമായി, രോഗമായി നമ്മൾ തന്നെ നമുക്കെതിരായിട്ട് പറഞ്ഞ് നമ്മൾ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്ന, പിശാചിന് ഇടം കൊടുക്കരുത്. രാമൻ പറഞ്ഞേ, ഇടം കൊടുക്കരുത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, രോഗം സൗഖ്യമായ അസാധാരണമായ സാക്ഷ്യങ്ങൾ, അവര് വീണ്ടും രോഗിയായി. അത് നമ്മൾ പ്രാർത്ഥിച്ചു വന്ന സമയത്താണ് അവരുടെ വായിൽ നിന്ന് തന്നെ അവരെ തന്നെ കെട്ടിക്കൊണ്ടിരിക്കുക. അവിടെ പിശാച് അവരെ തന്നെ ഉപയോഗിക്കുക. ഇന്ന് മാതാപിതാക്കൾക്ക്, ഞാൻ വീണ്ടും പറയുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ തന്നെ ഉപയോഗിച്ച് മക്കളെ വീണ്ടും വരെ കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർക്കത് റിയലൈസ് ചെയ്യുന്നില്ല. അതുപോലെ പിശാച് അവരുടെ മൈൻഡിനെ ഇതാക്കി കളഞ്ഞേക്കുക, ബ്ലാങ്ക് ആക്കി കളഞ്ഞേക്കുക. കാര്യം ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, അവരെന്നെ പറഞ്ഞു ഇങ്ങനെ നന്നാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവള് നന്നാകാൻ പോകുന്നു, അല്ലേലും എനിക്കറിയാമായിരുന്നു ഇവളൊക്കെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. സോറി, അങ്ങനെ പറഞ്ഞത് നോർമലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ വാക്കുകള് അത് അവിടെ അത് എന്താ പറയുന്നത്, ആക്ടിവേറ്റ് ആവുക. സെയിം സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ എന്താ സിസ്റ്ററെ ഈ നമ്മൾ വിശ്വാസമൊക്കെ ഉണ്ടാവാത്ത, വിശ്വാസത്തിൽ ഇല്ലാത്തവരിതൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത തന്നെ ഈ വിശ്വാസികൾ എന്തെങ്കിലും പറയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന എന്താ? അതിനുത്തരമുണ്ട്. കാര്യം, ഒരിക്കൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ രക്ഷകർത്താമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നാവിന്മേ ദൈവം ഒരു അസാധാരണമായ ഒരു അധികാരത്തെ പകരും. ശ്രദ്ധിച്ചേ, ആ അധികാരത്തെ നമ്മള് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ പരിജ്ഞാനത്തോട് ഉപയോഗിച്ചില്ലെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കെട്ടപ്പെടാൻ സാധ്യത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാര ഉത്തരമാണ്, ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് പലതരത്തിലുള്ള എന്താ പറയുന്നേ അവസ്ഥകളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ആ അവസ്ഥകൾ ഒന്നെങ്കിൽ ആ അവസ്ഥകളിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയോ, അല്ലെങ്കിൽ ആ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണത്തെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്നിവിടെ വെളിപ്പെടുത്തിയത്. ഇതൊന്ന് പറഞ്ഞേ, കർത്താവെ ഈ ഒരു കാര്യം എനിക്കതൊരു എന്താ പറയുന്നത്, എനിക്ക് എന്റെ ബോധ്യത്തെ എനിക്കത് കുറച്ചുകൂടെ എനിക്ക് ബോധ്യം തന്നു, അല്ലെങ്കിൽ എനിക്കൊരു മൈൻഡ് ഓപ്പണർ ആയിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് അനുഗ്രഹമാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കാര്യം നമുക്കിത് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കാര്യം എനിക്ക് നിങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം. കാര്യം 3 മണിക്കെന്നല്ല, 4 മണിക്കെന്നല്ല, 10 മണിക്കെന്നല്ല, 6 മണിക്കെന്നല്ല, എപ്പോ പ്രാർത്ഥിക്കാൻ വന്നാലും ഓടി വരുന്നവരാ നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ അത്രയും കൊതിയുള്ളവരാ, നിങ്ങൾ അത്രയും യേശുവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളാ. പക്ഷെ അങ്ങനെയുള്ള നിങ്ങളിൽ ആരൊക്കെയോ പിശാച് ഈ ഒരു സെയിം തന്ത്രത്തെ ഉപയോഗിക്കുന്നുണ്ട്.
ആ തന്ത്രത്തെ ഇന്ന് എക്സ്പോസ് ചെയ്യാനും ഇന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിരിക്കുന്ന ആ സ്ട്രോങ് ഹോൾഡുകളെ ബ്രേക്ക് ചെയ്യാനുമാണ് ഇന്നത്തെ പ്രാർത്ഥന. ഒരാമയം പറഞ്ഞാട്ടെ, ഒരാമയം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ആമേ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിൽ നിന്ന് അയ്യോ എനിക്ക് ആ രോഗം വീണ്ടും വന്നു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വീണ്ടും വന്നു, സാമ്പത്തികത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നില്ല, ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാവോ? നമ്മൾ ദൈവസന്നിധി ഏറ്റു പറയാൻ പോകും. എങ്ങനെ ഏറ്റു പറയുന്നത്? കർത്താവെ, എന്റെ മൈൻഡില്, എന്റെ തോട്ട്സില്, എന്റെ വാക്കിന് അറിഞ്ഞോ അറിയാതെയോ ഞാനായിട്ട് പറഞ്ഞ വാക്കുകളെ, വചനത്തിന് വിരുദ്ധമായി പറഞ്ഞ നുണകളെ, അറിഞ്ഞും അറിയാതെ പിശാച് പറഞ്ഞ വാക്കുകളെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറയണം. കാര്യം അങ്ങനെ പറയാൻ കാരണം എന്നാ അറിയാവോ? ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഒരാളല്ല, ഞാൻ പല 2-3 പേര് എനിക്ക് ഇങ്ങനെ സെയിം അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. അവര് പറഞ്ഞ തന്നെ ആ കാര്യത്തെ കർത്താവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിപ്പിച്ചു. അവര് പറഞ്ഞ മരണത്തിന്റെ വാക്കുകളെ, തലമുറയെ കുറിച്ചുള്ള വാക്കുകളെ, എനിക്കൊരു നല്ല ഭവനം ഉണ്ടാകത്തില്ല, എനിക്ക് ദിവ്യ ആരോഗ്യം ഉണ്ടാകത്തില്ല, ഇതൊന്നും നേരിട്ട് ഡയറക്റ്റായിട്ടല്ല ഒരു പോലും പറയുന്നത്. അവിടെയാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. കാര്യം അവൻ നമ്മളെ മനസ്സങ്ങ് മടുപ്പിക്കും, നമ്മുടെ സാഹചര്യങ്ങളെ വലിപ്പത്തിൽ കാണിപ്പിച്ച് നമ്മളെ മനസ്സിനെ അങ്ങ് മടുപ്പിക്കും. അങ്ങനെയാണ് നമുക്കിതുണ്ടാകാൻ സാധ്യത. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മള് ഉടനെയല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും, നിങ്ങൾ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. അപ്പം അപ്പോഴാണ് ഈ ഒരു ഇമാജിനേഷനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് നമുക്ക് ഫ്രീ ആകാൻ പറ്റും. ഇത് പലപ്പോഴും ഒരു സാധാരണ വിശ്വാസിക്ക് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഒരു സർട്ടൻ പോയിന്റിൽ നമ്മളെ തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കും, എന്നിട്ട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും. അവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അയ്യോ ഞാൻ എന്തോ ചെയ്ത്, ഞാൻ അങ്ങനെ പറയാം, ഞാൻ ഇങ്ങനെ പറയാം, കർത്താവെ ഞാൻ പ്രാർത്ഥനയ്ക്കെല്ലാം പോയി വചനം എല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, കർത്താവെ ഞാൻ കൊള്ളത്തില്ല, ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിന് യോഗ്യതയില്ല. പിന്നെ നമ്മളെ തന്നെ കുറ്റം പറിച്ചില്ല നെഞ്ചത്തടിച്ച്. ശരിയാണോ സഹോദരങ്ങളെ? ശരിയാണ്. കാര്യം എല്ലാരെയും കാര്യം അല്ലട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പിശാച് ഓരോ നുണകളും കൊണ്ടിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ നുണകളെ നമ്മൾ തന്നെയാന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ കഴ്സ് ചെയ്യോ, നമ്മളെ തന്നെ ശപിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ശപിക്കുകയോ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പൊസിഷനിലേക്ക് അവൻ ലീഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവന്റെ തന്ത്രങ്ങളെ നമ്മൾ എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ ഒപ്പോസ് ചെയ്യും? നമ്മൾ എങ്ങനെ ഇതിനകത്ത് പുറത്തു വരും? വചനം പറയുന്നല്ലേ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ വചനങ്ങൾ വായിക്കുമ്പോൾ, ഓരോ സത്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഓരോ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്യണം. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ആ വചനങ്ങളെ ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, ആ നുണകളെ നിങ്ങൾ ക്യാൻസലും ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഏത് വിഷയം പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്, ഇപ്പം രോഗസൗഖ്യം ആയിക്കോട്ടെ, ശാപം ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ, അഡിക്ഷൻസ് ആയിട്ട് ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളെ മനസ്സിനെ മടുപ്പിക്കുന്ന ചിന്തകളോ നുണകളോ പിശാച് കൊണ്ടിട്ടിരിക്കും. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ആസ് എ ബിലീവർ യു ഹാവ് ടു എക്സ്പെക്ട്, അല്ലെ? നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യണം. പിശാച് തന്ത്രമായിട്ട് വരുമ്പോ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആ വാളെടുത്തങ്ങ് വെട്ടിക്കോണം. ആമേൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരാളും അയ്യോ പാവം പിടിച്ച വിശ്വാസികളല്ല, നിങ്ങളെല്ലാരും കർത്താവിന്റെ പടയാളികളാണ് യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഇരിക്കുന്ന ഒരാള് പോലും അധികാരമില്ലാത്തവരല്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കാർവലിയില് രക്തം ചീന്തി നിങ്ങൾക്ക് നേടിത്തന്ന അധികാരത്തിലും അവകാശത്തിലും ഇരിക്കുന്നവരാ. അതുകൊണ്ട് ഇനി അയ്യോ എനിക്കിത് സംഭവിച്ചെന്ന് പറഞ്ഞ് ഇരിക്കാതെ അവിടെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പ്രാപിച്ചോണം. നിങ്ങളുടെ കുടുംബത്തിനുള്ളത് നിങ്ങൾ അവകാശമായിട്ട് എടുത്തോണം. മക്കൾക്കുള്ളത് അവകാശമായിട്ട് എടുത്തോണം. നിങ്ങളുടെ ഭാവി തീർന്നു പോയിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിന്നു പോയിട്ടില്ല. കർത്താവ് അത്ഭുതത്തെ
ചെയ്യുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ അതുകൊണ്ട് എന്റെ മനസ്സ് മടുത്തു പോയി കേൾക്കുന്നവരെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മനസ്സ് മടുത്തു പോയതല്ല, നിങ്ങളെ മനസ്സിനെ മടുപ്പിക്കുന്ന ചിന്തകൾ ആ ശത്രു കൊണ്ട് ഇട്ടതാണ് എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് എന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ, എന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ട ഭാരം കൊടുത്ത ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങളെ, അവന്റെ നുണകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പറഞ്ഞാട്ടെ. എല്ലാരും പറഞ്ഞാട്ടെ, എന്റെ ഹൃദയത്തിൽ ഭാരമിടുന്ന നുണകളെ, ചിന്തകളെ, എല്ലാ ശത്രുവിടുന്ന സകല ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഫ്രീ ആകുക, ഇന്ന് ചിന്തകൾ ഫ്രീ ആവട്ടെ. ഇന്ന് നിരാശകൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭയങ്ങൾ വിട്ടുമാറട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, നിരാശകളും ഭയങ്ങളും ഭാരങ്ങളും ഒന്നും ദൈവത്തിൽ നിന്ന് വന്നതല്ല. കുറ്റപ്പെടുത്തലുകൾ ദൈവത്തിൽ നിന്ന് വന്നല്ല. നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് കഴിയത്തില്ല, ഇത് ഒരു നാളും നടക്കത്തില്ല എന്ന് പറഞ്ഞ സകല നുണകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വാഴും എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വാഴും. രോഗത്തിന്മേൽ ഞാൻ വാഴും, ശാപത്തിന്മേൽ ഞാൻ വാഴും, പാപത്തിന്മേൽ ഞാൻ വാഴും, സകലത്തിന് മീതെ ഞാൻ വാഴും. ഒന്നിന് ഞാൻ അധീനനല്ല. ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചേ. സ്വർഗത്തിലെ പടയാളികളായിട്ട് നിങ്ങൾ നിൽക്കുന്നത്. ദൈവരാജന സ്ഥാനാധിപതികളായിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. കർത്താവിനെ ഉള്ളിൽ വഹിക്കുന്നവരെ നിങ്ങൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേ ഇരിക്കുന്നത്. പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ വാഴുന്നു പറ. സകല വിഷയത്തെ ഞാൻ വാഴുന്നു പറ. പിശാചിനെ നുണകൾ ഞാൻ ഇട്ടിച്ചു കളയെന്ന് പറ യേശുവിന്റെ നാമത്തിൽ. എന്ന് പറഞ്ഞേ, നിങ്ങൾ നാവെടുത്ത് പറഞ്ഞ് എല്ലാ ശാപവാക്കുകളെയും ക്യാൻസൽ ചെയ്തേ, എല്ലാ ശാപവാക്കുകളെയും ക്യാൻസൽ ചെയ്തേ, എല്ലാ നിരാശയുടെ വാക്കുകളെയും ക്യാൻസൽ ചെയ്തേ. കർത്താവെ, ഞാൻ അറിഞ്ഞു അറിയാതെ പറഞ്ഞു പോയ സകല നിരാശയുടെ വാക്കുകൾ, ഞാൻ രക്ഷപ്പെടുത്തില്ലെന്ന് പറഞ്ഞ വാക്കുകൾ, ഞാൻ അനുഗ്രഹിക്കപ്പെടുത്തില്ലെന്ന് പറഞ്ഞ വാക്കുകൾ, സാഹചര്യത്തെ മാത്രം വിശ്വസിച്ച അവസരങ്ങൾ എല്ലാം കർത്താവ് എന്നോട് ക്ഷമിക്കുമാറാവണം. യേശുവിന്റെ നാമത്തിൽ എന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, സ്വാതന്ത്ര്യം നിങ്ങളുടെ അവകാശമാണ്, ശാപം നിങ്ങളെ തൊടുകയില്ല. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വായെടുത്ത് സംസാരിച്ചേ. ദുഷ്ട പിശാച് നിങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും, നീ ഒറ്റയ്ക്ക, നീ ഒറ്റയ്ക്ക, നീ ഒറ്റയ്ക്ക. ഇങ്ങനെ പറഞ്ഞ് മനസ്സിനെ ഭാരമിട്ട്, നീ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. നീ ഒറ്റയ്ക്കല്ല പ്രിയ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. മുഴു സ്വർഗവും നിങ്ങൾക്ക് വേണ്ടി വാക്യപേദിക്കുക യേശുവിന്റെ നാമത്തിൽ. സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവെന്ന് വ്യാപരിക്കുന്നു പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് വ്യാപരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, എനിക്ക് കഴിയാത്ത സകല വിഷയങ്ങളെയും പരിശുദ്ധാത്മാവ് അങ്ങ് പൂർണ്ണമായിട്ട് നിയന്ത്രണം ഏറ്റെടുക്കണമേ അപ്പ. എന്റെ ദേഹം, ദേഹി, ആത്മാവ്, എന്റെ ചിന്താ മേഖലകൾ എല്ലാം പരിശുദ്ധാത്മാവേ, ടേക്ക് യുവർ കൺട്രോൾ ഓവർ മീ. പറഞ്ഞേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന അപ്പ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന. അങ്ങയുടെ പൂർണ്ണ ആളത്വം, അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണം എന്നിൽ ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായതെല്ലാം വിട്ടുമാറട്ടെ. പറഞ്ഞേ, അധികാരത്തെ ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരാളെ നശിക്കത്തില്ല, ഒരാളെ നശിക്കത്തില്ല. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കർത്താവേ, ഇന്നെല്ലാം നുണകളെയും വിട്ടുമാറട്ടെ. മനസ്സിൽ ഭാരമായിട്ടിരിക്കുന്നത് വിട്ടുമാറട്ടെ. ഡൈവേഴ്സുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കലഹങ്ങൾ, ദുരാത്മാക്കൾ കുടുംബത്തിന് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഐക്യതയെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഐക്യതയെ കൽപ്പിക്കുന്നു.
നിങ്ങൾക്ക് എന്ത് വേണ്ടത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ നന്മയെ ഞാൻ അവകാശം എടുക്കുന്നു. ആ ജോലിയിൽ യേശുവിനെ ഞാൻ അവകാശമായിട്ട് എടുക്കുന്നു. ആ ബിസിനസ്സിൽ ഞാൻ അവകാശമായിട്ട് എടുക്കുന്നു. ഉയർച്ചനെ ഞാൻ കൽപ്പിക്കുന്നു. സഹാലിയ സമ്പത്ത് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടർന്നു വരും. പങ്ങട്ടെ, പിന്തുടർന്ന് ഞാൻ പുറകെ പോകത്തില്ലപ്പ, എന്റെ പുറകെ വരും യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ എവിടെ പോയാലും അനുഗ്രഹമായി തീരും. നിങ്ങൾ എന്ത് ചെയ്താലും അനുഗ്രഹമായി തീരും. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്ന പോലെ ഓ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ പ്രകാശിക്കുന്നു പറഞ്ഞെ, ഞാൻ പ്രകാശിക്കും. ഓ ഏത് ഇരുട്ടത്താണെങ്കിലും കൂരാക്കുരുട്ടാണെങ്കിലും ഒരു സാധ്യതയില്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രകാശിക്കുന്നു പറഞ്ഞാട്ടെ. നിങ്ങൾ പറയുന്ന സംഭവിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ജോലി മേഖലയിലെ കുടുംബത്തിനകത്ത് വ്യക്തിപരമായിട്ട് ആളുകളെ ഉപയോഗിച്ച് പിശാച് വ്യക്തികളെ ഉപയോഗിച്ച് എതിരെ നിൽക്കുന്ന സകല മേഖലകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. എന്ന അധികാരത്തെ ഉപയോഗിച്ച് you have the authority, you have the power. The same power that carried by Jesus Christ is dwelling in you. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുക. നിങ്ങൾക്ക് എങ്ങനെ തോറ്റുപോകാൻ പറ്റും? നിങ്ങൾക്ക് തോറ്റുപോകാൻ പറ്റത്തില്ല പ്രിയമക്കളെ, നിങ്ങൾ തോറ്റു പോകത്തില്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇനി നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെടുത്ത് ഉപയോഗിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെയും ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ എടുത്തോണ്ട് പോകും. ഇന്ന് പറയട്ടെ, കള്ളപ്പിശാചിന്റെ സകല നോണകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. നിനക്ക് എന്റെ മേൽ അധികാരമല്ല, എന്റെ കുടുംബമേൽ അധികാരമല്ല. കർത്താവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടിരിക്കുന്നു. ഞാൻ വിശുദ്ധയാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ട വിശുദ്ധയാണ്. ഞാൻ ഭാവിയല്ല. കർത്താവിനെ വിശുദ്ധിയായിട്ട് കണ്ടിരിക്കുക, നീതിയായിട്ട് കണ്ടിരിക്കുക. പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. മാനസികമായ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Every spirit that is working against the mental health be broken, be cancelled in the mighty name of Jesus. I bind it and I cancel it in the name of Jesus. Hallelujah. Oh ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കട്ടെ. വചനമാകുന്ന സത്യത്തെ അവര് എല്ലാ ദിവസവും ധ്യാനിക്കട്ടെ. ആ സത്യത്തിൽ അവർ വളരട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. In the mighty name of Jesus. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഈ നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേ, രോഗികൾക്ക് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് സ്വന്തമായ രോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റുള്ളവരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഈ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ സകല രോഗാത്മാക്കളും വിട്ടുപോട്ടെന്ന് പറഞ്ഞേ. ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചേ. I rebuke every spirit of infirmity. I rebuke every spirit of sickness right now in the mighty name of Jesus. പുറത്തു പോകാൻ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആവട്ടെ. കാലുവേദനകൾ സൗഖ്യമാകട്ടെ, ഹെഡേക്കുകൾ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, പൂർണ്ണ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കൽപ്പിക്കുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. In the mighty name of Jesus. In the mighty name of Jesus. In the mighty name of Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ചിന്തകളെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാതെ. ദൈവത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ഭാരം തരും. നിങ്ങൾക്ക് ഭാരം ഉണ്ടാക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, ഇന്ന് ഭാരം ഉണ്ടാക്കുന്ന ചിന്തകള്, നിങ്ങൾക്ക് ഭാരത്തെ കൊണ്ടുവരുന്ന ചിന്തകള്, ഭയത്തെ കൊണ്ടുവരുന്ന ചിന്തകള്, രോഗചിന്തകള്, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകലതും ഇന്ന് ക്യാൻസൽ ചെയ്തേ.
ഭയം ഒന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. സന്തോഷവും സമാധാനമാണ് ക്രിസ്തുവിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് എന്തെല്ലാം ക്യാൻസലേ, ദൈവത്തിന്റെ ഹിതമല്ലാത്തത്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായത്, ഭാരത്തെ കൊണ്ടത്, ഭയത്തെ കൊണ്ടത്, പേടി കൊണ്ടത്, സകല ചിന്തകളെ, സകല സ്ട്രോങ് ഹോൾസിനെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്തേ. അൺലെസ് യു ബ്രേക്ക് ഇറ്റ്, ഇറ്റ് വോണ്ട് ഗോ. നിങ്ങളത് ബ്രേക്ക് ചെയ്യാതെ പോകത്തില്ല. കാര്യം അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചേ മതിയാകത്തുള്ളൂ. നിങ്ങൾ ഒരു അടിമേനെ പോലെ കരഞ്ഞിരിക്കേണ്ടവരല്ല, ഒരു പാപിയെ പോലെ മാറി നിൽക്കുന്നവരല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തോട്ട് ഇറങ്ങി വന്നത്, സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഈ ലോകത്തിലാ പലരും നിങ്ങൾക്ക് വില തരുന്നത് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ യു ആർ ദ മോസ്റ്റ് വാല്യുബിൾ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും പ്രിഷ്യസ് ആണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ തന്നെ ചെറുതായിട്ട് കാണരുത്. പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ ഭർത്താവിനൊന്ന് പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് സാക്ഷ്യം പറയണം, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും, എനിക്ക് അനുഗ്രഹം ഉണ്ടാവും, തലമുറകൾ ഉണ്ടാവും, എന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ. വീടുകൾ ഉണ്ടാവും, നന്മയുണ്ടാവും. ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയായിട്ട് ഞാൻ പോകും. ഞാൻ ദൈവശബ്ദം കേൾക്കുന്നവളായി മാറും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ന് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് എന്ത് വേണോ അത് പ്രഖ്യാപിച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ എല്ലാ ദിവസവും ആത്മാവിൽ വളരും, എല്ലാ ദിവസവും ദൈവത്തിന്റെ മഹത്വത്തിൽ ഞാൻ വളരും, ദൈവത്തിന്റെ സത്യത്തിൽ ഞാൻ വളരും. ഓരോ ദുഷ്ടന്റെ തന്ത്രങ്ങളും എന്റെ മേൽ ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞാട്ടെ. റാമാന ശെതേരിയാനകന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. കർത്താവെ, ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് 185 പേരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ ഭാരങ്ങൾ എന്തുമായിക്കോളും, സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ഇന്ന് ചെക്ക് ചെയ്തേ. ശരീരങ്ങൾ ഇന്ന് ഫ്രീ ആട്ടെ, മനസ്സ് ഫ്രീ ആട്ടെ. കർത്താവ് സൗഖ്യം നൽകുന്നത്. കർത്താവ് നൽകിയ സൗഖ്യത്തെ, സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കേണ്ട നിങ്ങളുടെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ എനിക്കൊന്നും വേണ്ടി ആരും പ്രാർത്ഥിച്ചിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിച്ചു. ദൈവം എന്ത് സത്യം ഞാൻ അറിഞ്ഞു, ആ സത്യത്തെ ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ സൗഖ്യമാക്കിയ ഒരാളാണ്. എനിക്ക് എന്റെ തലയിൽ വെച്ച് ഞാൻ വളരെ പ്രവചനങ്ങൾ കുറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ പോകാനുള്ള അവസരങ്ങളും ഇല്ലായിരുന്നു ഞാൻ യേശുവിനെ അറിഞ്ഞ സമയത്ത്. അതുകൊണ്ട് കർത്താവ് പ്രവചനങ്ങൾ നമ്മളോട് ഇടപെടുന്നത് നമ്മൾ സത്യത്തെ തിരിച്ചറിയാൻ, ആ സത്യത്തിൽ വളരുവാണ്. വചനം ഓരോ തവണ വായിക്കുമ്പോഴും ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്ന ബോധത്തിലേക്ക് വളർന്നു വരണം കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യത്തിൽ നടക്കാവുന്ന ഒരു വചനമാണ് എന്റെ ദേവാത്മാവ് തന്നെ. അതുകൊണ്ട് നമ്മൾ യേശുവിൽ ആരാണെന്ന് നമ്മൾ അറിയുന്നതോടും നമ്മൾ അത്രത്തോളം സ്വാതന്ത്ര്യം നടക്കും അല്ലേ. ഞാൻ ശാപത്തിലാണ്, രോഗത്തിലാണ്, പാപത്തിലാണ്, രക്ഷയില്ല, എങ്ങനെയും കഷ്ടപ്പെട്ട് നിത്യതയിൽ എത്തിപ്പോരാന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവരാണെങ്കിൽ അയ്യോ കഷ്ടം എന്ന് ഞാൻ പറയും. ഇവിടെയും വാഴും, സ്വർഗത്തിലും വാഴും. സ്വർഗത്തിൽ എന്തായാലും നമ്മൾ വാഴത്തില്ലേ. അപ്പൊ സ്വർഗത്തിൽ ഇങ്ങോട്ട് വന്നത് നിത്യത മാത്രം അനുഭവിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ സ്വർഗത്തിൽ തന്നെ ഇരുന്നാൽ പോരെ, യേശുവിന്റെ കൂടെ മറിഞ്ഞിരുന്നാൽ പോരെ. അപ്പൊ ലോകത്തിലൊക്കെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ സാക്ഷിയാകാനാണ്. മറ്റുള്ളവരെ നിങ്ങളെ നോക്കി പറഞ്ഞു ഒയ്യോ അസ്വസ്ഥയുടെ ജീവിതം യേശുവിനെ അറിഞ്ഞതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയും, എത്ര പേര് ഞാൻ അത് ഏറ്റെടുക്കുന്നു പറയും. അത് പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? പറയണേ, എന്റെ കുടുംബത്തെ നോക്കി ആ വിശ്വാസികളല്ലാത്തവര് ഇന്നറിയാലോ വിശ്വാസികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ കല്ലേറുള്ളത്. അപ്പൊ ഈ വിശ്വാസികൾക്ക് നേരെ ഇങ്ങനെ കല്ലേറുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കഷ്ടതയിലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിച്ച് നിത്യതയിൽ പോകുന്നവരല്ല. അവൾ യേശുവിനെ വിശ്വസിക്കുന്ന ജീവനുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്ന മകളാണെന്ന് ജാതികൾ നിങ്ങളെ നോക്കി പറയും. അതാ പ്രിയരെ സാക്ഷ്യം. ആമേൻ, ആമേൻ. ആമേനെ കേൾക്കുന്ന ആദ്യത്തെ ആമേനൊക്കെ എന്താ ശക്തി പ്രാപിച്ചല്ലോ. സ്തോത്രം കർത്താവേ, നന്ദി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് സന്തോഷം യേശുവിന്റെ നാമത്തിൽ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആ പൂർണ്ണ സ്വാതന്ത്ര്യം നടക്കും. നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കർത്താവിന്റെ കൃപയാൽ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്, ആ ഒരു ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും കടന്നു വരിക. എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് സമയം കുറച്ച് കയറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി മീറ്റിംഗ് ഇല്ല. പക്ഷെ സാക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ ആശീർവാദം പറയുന്നതായിരിക്കും. ആമേൻ. സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആരാ പറയുന്നേ? ഏതെങ്കിലും സാക്ഷിയാണെങ്കിലും കുഴപ്പമില്ല. ഫിസിക്കലി മെന്റലി എന്തേലും. സിസ്റ്റർ പറഞ്ഞോട്ടെ. പറഞ്ഞു. ആരാ പറയുന്നേ? സിസ്റ്റർ പറഞ്ഞോട്ടെ. പറഞ്ഞു. സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്റർ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ, ആരാ പറയുന്നേ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. മെയ് 20-ാം തീയതി ഓഫീസ് അടച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പലയിടത്തൊക്കെ പോയി, പക്ഷെ അവിടെ ഒന്നും ശരിയായില്ല.
അത് കഴിഞ്ഞ് ഞാൻ വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഭാരപ്പെട്ട് വിഷമിച്ചു. ഞാൻ എന്നോട് തന്നെ കർത്താവിനോട് ഞാനൊരു വാക്ക് ചോദിക്കുമായിരുന്നു. അത് പറയാൻ പാടില്ല. ഇനി എന്ത് സാമ്പത്തികമായിട്ട് ആ ഒരു വാക്ക് ഞാൻ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വല്ലാണ്ട് ഭാരപ്പെട്ട് കഴിഞ്ഞ ദിവസം അജീഷും അത്യാവശ്യം വന്നപ്പോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അജീഷ് എനിക്ക് വീട്ട തന്നു. എനിക്ക് അറിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി സമാധാനമായിരുന്നു എപ്പോഴും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടാണ് പരിശുദ്ധാത്മാവുന്ന ദൈവം എന്നെ അജീഷിലൂടെ ഭയങ്കരമായിട്ട് വെളിയിപ്പിച്ചു. കർത്താവിന് മഹത്വം. ഇന്നും ഈ കേട്ട വചനവും ഇന്നും ഒരു ജോലിയുടെ കാര്യത്തിന് പോയിട്ടത് പറ്റില്ല പോകുന്നു. കർത്താവ് ഏറ്റവും ബെസ്റ്റ് ഒരുക്കും സിസ്റ്ററെ. കർത്താവ് ഏറ്റവും ബെസ്റ്റ് ഒരുക്കും. ഒരു ജോലി പോയതാണെങ്കിൽ അത് ദൈവത്തെ കർത്താവിന് വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. ഒരു ജോലി പോയി ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തരും. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ ഭാരമായിരുന്നു, പ്രാർത്ഥിച്ചു, മനസ്സിലെ സമാധാനം ഉണ്ടായി. അത് ഒരു വലിയ കാര്യമാണ്. കാര്യം നമുക്ക് ചില സമയത്ത് നമുക്ക് പുറമേ രോഗങ്ങളൊന്നും ഇല്ലായിരിക്കും, പക്ഷെ മനസ്സിലായിരിക്കും ഭാരം. ആ ഭാരമില്ലാതെ ക്രിസ്തുവിന്റെ ആ സമാധാനത്തിൽ കഴിയാൻ പറ്റുന്ന വലിയ സാക്ഷ്യമാണ്. കർത്താവ് പുതിയ എന്താ പറയുന്ന വരുമാന മാർഗങ്ങളെ തുറക്കും. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ. പറഞ്ഞോ സിസ്റ്റർ. ഞാന് ഈ സൂം തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ലീന സിസ്റ്ററെ വിളിച്ചു സൂമിൽ കയറാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ട് ഞാൻ എന്നാ മുറി അടിച്ചിട്ട് പെട്ടെന്ന് ഇരിക്കുമ്പോ അന്നേരത്തേക്കിന് സൂം തന്നെ ഓണായി വന്നു. ഞാൻ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ സൂം ഓണായി വന്ന് ഞാൻ പെട്ടെന്ന് അതിൽ കയറുമായിരുന്നു. ലീന സിസ്റ്റർ വിളിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇത് ഓണായത് തന്നെ. അപ്പൊ ഞാൻ എനിക്കിങ്ങനെ മറ്റേ 3 മണി പ്രാർത്ഥനയിലും എനിക്ക് അങ്ങനെ വരാറുണ്ട്. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ സൂം ഇങ്ങനെ ഓണായി വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ബ്രദറിനോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തനിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഭർത്താവും മക്കളും ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് കുടുംബമായി കടന്നു വരുന്ന വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും കർത്താവ് അത് സംഭവിക്കും കേട്ടോ. സംഭവിക്കും. കർത്താവ് നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ആമേൻ. ആരാ സംസാരിക്കുന്നേ? പേര് പറയാമോ? ഹലോ സിസ്റ്റർ, എന്റെ പേര് മോളി എന്നാണ്. ഓക്കെ സിസ്റ്റർ പറഞ്ഞോ. സിസ്റ്റർ, ഞാൻ ഭയങ്കര മാനസിക വിഷമത്തിലായിരുന്നു. കാരണം എന്റെ മോൾക്ക് 4 വർഷത്തിന് ശേഷം ക്യാരി ആയായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദർ പ്രാർത്ഥിക്കുക ചെയ്തു. അപ്പൊ ഇപ്പൊ 1.5 മാസമായിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ പെട്ടെന്ന് ബ്ലീഡിങ് പോലെ വന്നു. അപ്പൊ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കുറവാണെന്ന് സ്കാൻ ചെയ്തപ്പോ അത് ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോഴാ സിസ്റ്ററിന്റെ ഈ ഇന്നത്തെ മെസ്സേജ് ഞാൻ കയറിയതിന് ശേഷം എനിക്ക് അങ്ങനൊന്നും വരാതെ തന്നെ ആരോഗ്യമുള്ള ഒരു തലമുറയെ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ആരോഗ്യമുള്ള തലമുറ, ഒരു കുറവുമില്ല തലമുറ ദൈവം നമുക്ക് നൽകും. അത് വേറെ ഒരു ചിന്തകളും വേണ്ട. സത്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ട. പിശാചിന്റെ സകല നുണകളും ക്യാൻസൽ ആയി പോട്ടെ. അതൊരു സാക്ഷ്യമായി തീരും സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സിസ്റ്ററെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. ജോമോൾ സിസ്റ്റർ ആണോ പറയുന്നത്? ഹലോ, ജോമോൾ സിസ്റ്ററിന് ആണോ സംസാരിക്കുന്നത്? ജോമോൾ ജോൺ ഇരിക്കുന്നത്? സിസ്റ്റർ റേഞ്ച് കട്ടായി പോകുന്നുണ്ടേ, ക്ലിയർ അല്ല. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ, കേൾക്കാവോ? പറഞ്ഞോ.
ഞാൻ ക്രിസ് ആണ് സിസ്റ്ററെ. ഞാനുണ്ടല്ലോ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഞാനത് കഴിഞ്ഞ ദിവസം റിസൈൻ ചെയ്തു കേട്ടോ സിസ്റ്ററെ. പക്ഷെ എനിക്ക് പുതിയൊരു ജോലി വേറെ കിട്ടി. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഡോറ് തുറക്കുന്നുണ്ട്. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. നന്ദി പറയുന്ന കർത്താവെ, നല്ലൊരു ജോലി കൊടുത്തതിനായി നന്ദി പറയുന്നു. അപ്പ ദൈവം എല്ലാ നന്മയ്ക്കായിട്ടായിരിക്കും സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞോ ആന്റല സിസ്റ്റർ, പറഞ്ഞോ. സിസ്റ്റർ, ഞാൻ ഒരു ദിവസം വെളുപ്പിനെ സിസ്റ്ററിനെ വിളിച്ചായിരുന്നു എന്റെ മോന്റെ മദ്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. കർത്താവിന് 1000 സ്തുതി. കർത്താവ് കൊടുത്ത വിടലിനായി നന്ദി. മദ്യപാനം ഇനി മദ്യം തൊടാതെ പോകണം. കർത്താവിന്റെ വലിയ കാര്യം അവിടെ വ്യാപരിക്കുന്ന നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ശരി അമ്മേ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഹലോ. എന്റെ മോനാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമായിരുന്നേ. അപ്പൊ എനിക്ക് 2 മാസം കൂടെ പഠിച്ചോളൂ. പക്ഷെ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് ക്ലിയർ അല്ല കേട്ടോ സിസ്റ്ററെ പറയുന്നത്. പ്രാർത്ഥന വിഷയമാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് റേഞ്ച് ഒട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ അല്ല പറയുന്നത് സിസ്റ്റർ. വേറെ ആരെങ്കിലും സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പേര് പറഞ്ഞിട്ട് പറയൂ. ഞാന് ഇന്നലെ എന്റെ മോന്റെ വിഷയത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. മോനും വിളിച്ചു, ഇനി ഫോൺ വിളിക്കത്തില്ല എന്നൊക്കെയുള്ള പ്രയാസത്തിൽ കുരുക്കിപ്പെട്ട് കിടക്കുകയാണ് മോൻ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മോൻ സന്തോഷത്തോടെ ഒന്ന് വിളിക്കാൻ ഇടയാക്കണേന്ന്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ മോൻ സന്തോഷത്തോടെ എന്നെ ഒന്ന് വിളിക്കാൻ ഇടയാക്കി. പ്രോബ്ലം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ എനിക്കൊരു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ ദൈവം കൃപ തന്നു. ദൈവത്തിന് മഹത്വം പറയുന്നു. ആമേൻ. തലമുറയുടെ പൂർണ്ണമായ വിടലിൽ നമ്മൾ കാണും സിസ്റ്ററെ. ഭാരപ്പെടേണ്ട. ഇന്ന് ദൈവാത്മാവ് ഇടപെട്ട വചനങ്ങളെ ചേർത്ത് പിടിക്കുക. കർത്താവ് സാക്ഷ്യമാക്കി തീർക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വേറെ സാക്ഷ്യങ്ങൾ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷിയുണ്ട് സിസ്റ്ററെ. പറ. സാക്ഷ്യം പറഞ്ഞാൽ ഉറക്കെ പറയുകയാണെങ്കിൽ സന്തോഷം. ഭയങ്കര സിമ്പിൾ ആയിട്ട്. ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകളുടെ മകൾ എന്റെ കൂടെയാ ഉള്ള. 4 വയസ്സ് 4.5 വയസ്സുണ്ടായിരുന്നു. അവള് 3-ാം നിലയെന്ന് എടുത്ത് താഴോട്ട് ചാടി. ചാടി. ഞാനിത് കേട്ടപ്പോ തന്നെ ദൈവത്തിനോട് വിളിച്ചപേക്ഷിക്കുകയും യേശുവിന്റെ അടിപ്പിണരുകളാൽ മകൾക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിളിച്ചപേക്ഷിച്ചു. അവൻ രക്ഷിച്ചു നമ്മളെ. ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞ് സൗഖ്യമായി തീർന്നു. എന്റെ ദൈവം, അതൊരു ഭയങ്കര സാക്ഷ്യമാട്ടോ. അത്രയും വലിയൊരു ആഴത്തിൽ നിന്ന് വീണിട്ടും കർത്താവ് കരുതിയത്. അതാണ് ദൈവത്തിന്റെ കരുണ നമ്മളുണ്ട്. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ കരുതലിനായി നന്ദി പറഞ്ഞ കർത്താവെ. വലിയൊരു അപകടത്തിൽ നിന്ന് പരിപാലിച്ചതിന് നന്ദി അപ്പ. മഹാത്ഭുതം. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ നിത്യ പിതാവാണ്. നന്ദി കർത്താവെ. സ്തോത്രം കർത്താവെ. കുഞ്ഞിനെ പരിപാലിച്ചതിന് നന്ദി പറയുന്ന കർത്താവ്. അത്രത്തോളം വലിയൊരു ആഴത്തിൽ നിന്ന് വീണിട്ടും കർത്താവെ അപകടങ്ങളും ഒന്നും ഉണ്ടാവാതെ പരിപാലിച്ചില്ല. താങ്ക് യു ജീസസ്. വേറെ സാക്ഷ്യങ്ങളുണ്ടോ? എന്റെ പേര് ഹിമയാണ്. ഹസ്ബൻഡിന്റെ ജോലി ഞാൻ ജനുവരിയിൽ പോയതാണ്. അപ്പം അത് ഞാൻ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടാനായിട്ട് ദൈവം കൃപയൊരുക്കി. അപ്പം ബ്രദറും സിസ്റ്ററും എല്ലാവരും പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിന് ഒരു ജോലി ദൈവം തുറന്നു തന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി. ദൈവത്തിന് കോടാനുകോടി നന്ദി. ഒത്തിരി ആഗ്രഹമുണ്ട്, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം സിസ്റ്ററെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ, വിശ്വാസം മുന്നോട്ട് പോവുക. ദൈവം പ്രിയമോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് വന്നത്. കുറെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. കർത്താവ് തുറന്ന വഴിക്കായി നന്ദി പറയുന്നു. അതിൽ നിലനിൽക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. സിസ്റ്ററെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. കാര്യങ്ങൾ സിസ്റ്ററിന് അറിയാലോ. ഞാൻ ഭയങ്കര ഭാരപ്പെട്ടിരുന്ന ബ്രദറിന്റെ മീറ്റിങ്ങിലും സിസ്റ്ററിന്റെ മീറ്റിങ്ങിലും പങ്കെടുത്തതിന് ശേഷം വലിയ സമാധാനം കർത്താവ് എനിക്ക് തരുന്നുണ്ട്. അങ്ങനെ സമാധാനം മനസ്സിനങ്ങ് ഭയങ്കരമായിട്ട് ഇതാവും. മോളെ കാര്യങ്ങളൊക്കെ എന്നെ ഓർപ്പിക്കുമ്പോൾ ഭയങ്കരമാണ്. പക്ഷെ ഞാൻ ഈ വചനം വെച്ച് ഓരോന്ന് പ്രാർത്ഥിക്കുകയും എഴുതി ഞാൻ ഓരോന്ന് പ്രാർത്ഥിക്കും. അതെല്ലാം അവളുടെ കാര്യങ്ങളിങ്ങനെ നിവർത്തിച്ചിട്ട് പഠിക്കാനുള്ള അഡ്മിഷനാകും. ശരിയായി സിസ്റ്റർ.
അപ്പം അത് ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സിസ്റ്ററിൻ്റെ മീറ്റിങ്ങിലും കയറുമ്പോൾ എനിക്ക് പണ്ട് അത്ര സമാധാനം ഇല്ലായിരുന്നു. എപ്പോഴും ഭയങ്കര ടെൻഷനും ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ദൈവകൃപയാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ സമാധാനം എന്നെ അങ്ങ് നിറയ്ക്കുന്നുണ്ട് കർത്താവ്. 3 മണിക്ക് ഞാൻ അറിയാതെ തന്നെ ഞാൻ ചാടി എണീക്കും. 3:05 ആകുമ്പോൾ 3 മണിയാകുമ്പോൾ എന്നെ ആരോ വിളിക്കുന്ന പോലെ പെട്ടെന്ന് എണീക്കും. ഞാൻ ചാടി ഉടനെ തന്നെ ഓൺ ചെയ്യും. ഞാൻ അതിൽ 1 മണിക്കൂർ ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും. കണ്ണ് തുറക്കത്തേ ഇല്ല, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഭയങ്കര സമാധാനം. സമാധാനം പരിശുദ്ധാത്മാവ് തരുന്ന സിസ്റ്ററെ. നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന അത് വലിയൊരു കാര്യമാണ്. തലമുറ ദൈവം എന്താണ് കർത്താവ് നോക്കിയോളും. നമ്മളൊരു സാക്ഷ്യമായി തീരും. മോളോട് പറ്റുവാണെങ്കിൽ എന്നോട് മെസ്സേജ് അയക്കാൻ പറയാം. ഞാൻ ഇന്നാളെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് ദൈവത്തിന്റെ ഹിതം പോലെ സമയം അനുസരിച്ച് സംഭവിക്കട്ടെ കേട്ടോ. അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. വേറെ സാക്ഷ്യങ്ങൾ? ഓക്കെ, റേച്ചൽ പ്രൈസ് ദി ലോർഡ് പറഞ്ഞോളൂ. റേച്ചൽ പൗലോസ് ആണ്. സിസ്റ്റർ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും ഈ മീറ്റിംഗ് ഒന്ന് നടത്താൻ എല്ലാ ആഴ്ചയിലും വെക്കണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ആമേൻ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം മീറ്റിംഗ് വന്നു. പിന്നെ ഞാനിപ്പോ ബാക്ക് ടു ജോലി ആയതുകൊണ്ട് എനിക്ക് പറ്റാത്ത. ലേഡീസിന് ഒത്തിരി അനുഗ്രഹമാണ്. ഞങ്ങൾ ശരി, അത് മനസ്സിലായി. പറ്റുന്നിടത്തോളൂ. അല്ല, തീർച്ചയായിട്ടും നിങ്ങളും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു മുടക്കമില്ല നടക്കാം കേട്ടോ. വചനത്തിലൂടെ ഇടപെടുന്നുണ്ട് എല്ലാ ആഴ്ചയിലും. അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. നിസിന്നാണ്. എൻ്റെ മകന് ഇങ്ങനെ ഒരു ജോലിക്കൊന്നും പോകുന്ന ഉടനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പെടലി വേദന അങ്ങനെ. അതായത് പോക്കറ്റ് മണിക്കാണ്, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൊക്കെ ശത്രു ഭയങ്കരമായി പൊരുതി. പക്ഷെ ഇപ്പം അനുഗ്രഹത്തോടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാടുകയും മ്യൂസിക് ഫീൽഡാണ് ഇഷ്ടം. അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ മറ്റേ കൊയറിലൊക്കെ പാടുന്നുണ്ട് ചർച്ചിൽ. പക്ഷെ ഇതാണ് ഭയങ്കര ലേസിനെസ് വരും അവന്റെ ലൈഫില്. അപ്പൊ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. അവൻ എന്താണോ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. അവൻ ഏറ്റവും അലസത തൊടത്തില്ലെന്നാ പറയാ. യേശുവിന്റെ നാമത്തിൽ ഉത്സാഹമുള്ളവനും കർത്താവിന്റെ ജ്ഞാനത്തിലും നിറവിലും വളർന്ന് ദിനം പ്രതി വളർന്നു വരുമെന്ന് പറയണം കേട്ടോ. നമ്മൾ പറയുമ്പോൾ അതാ സംഭവിക്കത്തുള്ളൂ കേട്ടോ. മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമയം ഒരുപാട് മുന്നോട്ട് പോയി. നമുക്ക് മുന്നോട്ട് ഇന്ന് പ്രാർത്ഥന ഇല്ല എന്ന് ബ്രദർ പറഞ്ഞായിരുന്നല്ലോ. അന്യഭാഷ കൂടിയവർക്ക് അറിയാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അജയ സിസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാവോ പ്ലീസ്? ഒരു കാര്യം, ഞാനൊരു അരമണിക്കൂർ ലേറ്റ് ആയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ റെക്കോർഡഡ് ആയിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? ഞാൻ ഇട്ടേക്കാം സിസ്റ്റർ, ഇട്ടേക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അജയ സിസ്റ്ററെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അപ്പോൾ കർത്താവെ, നാളുകൾക്ക് ശേഷം വീണ്ടും കർത്താവെ വുമൻസ് പ്രെയറായി കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ദൈവമേ സിസ്റ്ററോട് കേട്ട എല്ലാ ദൈവിക വചനങ്ങൾക്കായി ആലോചനകൾക്കായി നന്ദി പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണോ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ് അതിൻ്റെ മീതെ അത്ഭുതകരമായ സാക്ഷ്യം ഞങ്ങൾ ഇനി വരുന്ന പ്രാർത്ഥനകളിൽ കേൾക്കും. അപ്പോൾ കർത്താവ് ഞങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നതിനാൽ നന്ദി. അപ്പോൾ യേശുവേ, അനേകരെ കർത്താവെ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത അനേക സഹോദരങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെയും ജീവിതത്തിൽ വചനം ഉറയ്ക്കട്ടെ. അപ്പോൾ എല്ലാവരെയും ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇവിടെ തന്നെ സിസ്റ്ററെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തിൽ ഇനിയും കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഇനിയും അനേകരെ നേടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചാട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു സിസ്റ്റർ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.